സംസ്ഥാനത്ത് അവയവ റാക്കറ്റുകളുടെ പ്രവർത്തനം തടയാൻ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് അന്വേഷണത്തിൽ അവയവ കച്ചവടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. അവയവദാനവുമായി ബന്ധപ്പെട്ട ചൂഷണം തടയുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അവയവ റാക്കറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കായിരുന്നു മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും മറുപടി. അവയവദാനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളും ആശയക്കുഴപ്പങ്ങളും ചോദ്യോത്തരവേളയിൽ അംഗങ്ങൾ ഉന്നയിച്ചു. പോലീസ് അന്വേഷണത്തിൽ സംസ്ഥാനത്ത് അവയവ കച്ചവടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. നിയമപ്രകാരമല്ലാത്ത അവയവദാനം അത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ച് ADGPയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ അനുമതിയില്ലാതെ അവയവ കൈമാറ്റം നടന്നതായ വിവരങ്ങളൊന്നും വെളിവായിട്ടില്ല. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ കേസോട്ടോ ശ്രമിക്കുന്നത് ഈ മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് സാർ. നമ്മളൊരു കണക്കെടുത്താൽ ഈ ഗണ്യമായിട്ടുള്ള കുറവ് മരണാനന്തര അവയവദാനത്തിൽ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവയവദാനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പല വാർത്തകളും പൊടിപ്പും തൊങ്ങലും വെച്ചതാണെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചു. ഇത് അവയവദാതാക്കളെ കിട്ടാത്ത സാഹചര്യം സൃഷ്ടിച്ചതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഈ വാർത്തകളും ഇത്തരം കാര്യങ്ങളും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നതോടുകൂടി കുറെ പൊടിപ്പും തൊങ്ങലുള്ള വാർത്തയുണ്ട്, കുറെ യാഥാർത്ഥ്യങ്ങളുണ്ടായിരുന്നു. വരുന്നതോടുകൂടി ഒരു ഡോണറെ കിട്ടാത്ത അവസ്ഥയിൽ ടെർമിനൽ സ്റ്റേജിലായിട്ട് പല രോഗികളും സംസ്ഥാനത്ത് നിൽക്കുകയാണ്. അതേസമയം സംസ്ഥാനത്ത് അവയവ മാഫിയ പ്രവർത്തിക്കുന്നതായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.